യുദ്ധം ഇപ്പോൾ കടലിലും ആകാശത്തും വച്ചാണ് നടക്കുന്നത്. ഇനി കരയുദ്ധം എന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. വളരെ വൈകുന്നതിന് മുമ്പ് ഉടൻ ഗൗരവമായി എടുക്കണമെന്നും നയതന്ത്രം പരാജയപ്പെട്ടാൽ പിന്നോട്ടില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യശാസനം. കരയിലേക്ക് വരൂ, അപ്പോൾ കാണാം എന്ന് ഇറാനും തിരിച്ചടിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇതുവരെയുള്ള യുദ്ധചിത്രം നോക്കുമ്പോൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരിയ മുന്നാക്കമുണ്ട്. ഇറാനിലെ സുപ്രധാനമായ ഗാർഗ് ദ്വീപിലുൾപ്പെടെ ഫലപ്രദമായി ആക്രമണം നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയും ഇസ്രയേലും ബ്രിട്ടൻ എന്ന് നേരിട്ട് പറയാനാവില്ലെങ്കിലും ബ്രിട്ടീഷ് ആയുധങ്ങളും സൈന്യവും അവിടെ പരോക്ഷമായി യുദ്ധമുഖത്തുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിച്ചു നിന്ന് കടുത്ത ആക്രമണം നടത്തുമ്പോഴും യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ അവർക്ക് നേരിയ മുന്നാക്കം മാത്രമേയുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. ഏറിയാൽ 3 ആഴ്ചക്കുള്ളിൽ ഇറാൻ നാണം കെട്ട് തോറ്റോടുമെന്നും അവിടെ ഭരണമാറ്റമുണ്ടാകുമെന്നും അമേരിക്ക അവിടെ തങ്ങളുടെ ഇച്ഛയ്ക്കൊത്ത ഭരണം സ്ഥാപിക്കുമെന്നുമൊക്കെ ട്രംപ് വീമ്പിളക്കിയത് വെറുതെയായി. ഇപ്പോഴും യുദ്ധത്തിൽ നേരിയ മുന്നാക്കം മാത്രമാണ് അവകാശപ്പെടാനുള്ളത്. അമേരിക്ക അവിടെ വളരെ സേഫായി കളിക്കുകയാണ്. നഷ്ടം മുഴുവനും ഇസ്രയേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമാണ്, നേട്ടം മുഴുവനും അമേരിക്കയ്ക്കും. ഇതിൽ ഗൾഫ് രാജ്യങ്ങൾ പങ്കാളികളേയല്ല. പക്ഷേ അമേരിക്ക ആക്രമണം നടത്തുന്നത് മുഴുവനും ഈ മേഖലയിൽ നിന്നായതുകൊണ്ട് ഭാരം ചുമക്കുന്നത് മുഴുവനും പാവം ഗൾഫ് രാജ്യങ്ങളാണ്. ഇനി കരയിലേക്ക് കയറാൻ ട്രംപ് ആലോചിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് സാധാരണ പോലെയുള്ള ട്രംപിൻ്റെ ഒരു വിടുവായത്തമല്ല. അതിനുള്ള എല്ലാ ഗ്രൗണ്ട് വർക്കുകളും അമേരിക്കൻ സൈന്യം നടത്തിക്കഴിഞ്ഞു. കരസേന ഏതു നേരവും ആക്രമണം നടത്താൻ സജ്ജമായി ഗൾഫ് മേഖലയിലേക്ക് നീങ്ങി തുടങ്ങി. കടൽ മാർഗം ഇറാൻ്റെ തീരപ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് സൈനികരെ ഇറക്കി ഇറാനിൽ തീ പടർത്താനാണ് തീരുമാനം. ഈ അവസരത്തിൽ അമേരിക്ക ഇപ്പോൾ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്ന വിയറ്റ്നാം യുദ്ധം ഞാൻ അറിയാതെ ഓർത്തുപോവുകയാണ്. അവർ ചെയ്ത തെറ്റ് എന്ത് എന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റുകളായിപ്പോയി. ആ ഒരൊറ്റ വിരോധത്തിൽ കമ്മ്യൂണിസ്റ്റുകളായ ആ ജനതയെ എളുപ്പത്തിൽ കീഴടക്കി അവിടെ അധീശത്വം സ്ഥാപിക്കാമെന്ന് കണക്കുകൂട്ടിയ ട്രംപിൻ്റെ മുൻഗാമി റിച്ചാർഡ് നിക്സൺ കരയുദ്ധം ആരംഭിച്ചു. ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി. അവിടുത്തെ സ്ത്രീകളിൽ 20% ബലാത്സംഗം ചെയ്യപ്പെട്ടു. അതിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരെ ഉൾപ്പെടും. വർഷങ്ങളോളം സംഹാര താണ്ഡവമാടി ഒടുവിൽ അമേരിക്ക തോറ്റോടിയ വിയറ്റ്നാം യുദ്ധം അവസാനിച്ചത് 1975 ഏപ്രിൽ 30-നാണ്. അമേരിക്കയ്ക്ക് ഒരു നേട്ടവും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, കൊട്ടിഘോഷിച്ച അമേരിക്ക ഒന്നുമല്ലെന്ന് ആത്മാഭിമാനമുള്ള ഒരു ചെറിയ രാജ്യത്തെ ജനത ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. ആ നാണക്കേടിന് 50 വർഷം പിന്നിട്ടത് കഴിഞ്ഞ വർഷം ഏപ്രിൽ 30-നാണ്. ഇതാ മറ്റൊരു ഏപ്രിൽ വന്നിരിക്കുന്നു. നാണക്കേട് ഏറ്റുവാങ്ങാൻ കാലം മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റിനെ വിധിയൊരുക്കുന്നു. അത് ട്രംപായി മാറാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അമേരിക്ക വിയറ്റ്നാമിൽ കരയുദ്ധം ആരംഭിച്ചപ്പോൾ അവിടെ ആയിരക്കണക്കിന് വിയറ്റ്നാംകാരും 100 കണക്കിന് അമേരിക്കൻ പട്ടാളക്കാരും മരിച്ചു. യുദ്ധമേൽപ്പിച്ച ട്രോമയിൽ പല അമേരിക്കൻ സൈനികരും പിന്നീട് മാനസിക രോഗികളായി, ചിലരെല്ലാം ലൈംഗിക രോഗികളായി, ചിലരെല്ലാം ആത്മഹത്യ ചെയ്തു. പലരുടെയും ജീവിതം തകർന്നു. കരയുദ്ധത്തിലേർപ്പെട്ട മുഴുവൻ അമേരിക്കൻ സൈനികർക്കും പിന്നീടുള്ള ജീവിതത്തിൽ സ്വസ്ഥത കിട്ടിയിട്ടേയില്ല. ക്രൂരമായി കൊല്ലപ്പെട്ട വിയറ്റ്നാംകാരുടെ ആത്മാവ് അവരെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അമേരിക്കൻ എഴുത്തുകാരനായ ജോനാഥൻ ഷെയുടെ അക്യുലസ് ഇൻ വിയറ്റ്നാം എന്നൊരു പുസ്തകമുണ്ട്. തങ്ങളുടെ രാജ്യത്തെ സ്വാർത്ഥംപരികളായ ഭരണാധികാരികൾക്ക് വേണ്ടി തങ്ങൾ മറ്റൊരു രാജ്യത്ത് ചെയ്ത കൊടും ക്രൂരതകളോർത്ത് വിലപിക്കുന്ന അമേരിക്കൻ സൈനികരുടെ നേർചിത്രമാണ് ഈ പുസ്തകം. ഈ പുസ്തകം വായിച്ചപ്പോൾ വിയറ്റ്നാമിൽ കരയുദ്ധത്തിന് തീരുമാനമെടുത്ത റിച്ചാർഡ് നിക്സൺ എന്ന ക്രൂരനായ അമേരിക്കൻ പ്രസിഡന്റിനെ മനസ്സാ ഞാൻ ശപിച്ചിട്ടുണ്ട്. പകവീട്ടലിൻ്റെ ആഹ്ലാദത്തിൽ അത്രയും ക്രൂരതകൾ ചെയ്തു പോയ സൈനികരുടെ മാനസിക നില തെറ്റിപ്പോവുകയാണ്. ഇപ്പോഴിതാ മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് ഇറാനിൽ കരസൈനിക നടപടികൾക്കുള്ള പദ്ധതികൾ സജീവമായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം ഇതുവരെയുള്ളതിനേക്കാൾ അപകടകരമായൊരു പുതിയ ഘട്ടത്തിലേക്ക് അടുക്കുകയാണെന്ന് ഉറപ്പിക്കാം. കരയുദ്ധം ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കുമെന്നാണ് കണക്കുകൂട്ടൽ. പദ്ധതികൾ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിന് തുല്യമാണെന്നാണ് US ഉദ്യോഗസ്ഥർ പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിനടുത്തുള്ള ഇറാൻ്റെ തെക്കൻ തീരപ്രദേശമാണ് പ്രധാന ലക്ഷ്യം. നാവികർ ഇപ്പോൾ തന്നെ അങ്ങോട്ട് നീങ്ങിയതായാണ് റിപ്പോർട്ട്. 5000 നാവികരെ ഇതിനകം തന്നെ വിന്യസിച്ചു കഴിഞ്ഞു. ഇനിയും 5000-ലേറെ സൈനികരെ നിയോഗിക്കാനാണ് സാധ്യത. 82 എയർബോൺ ഡിവിഷൻ ഉൾപ്പെടെയുള്ള
സേനകൾ സജ്ജരാണ്. ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്ന ഗാർഗ് ദ്വീപാണ് ആദ്യ ലക്ഷ്യം. ഗാർഗ് പിടിച്ചടക്കുന്നതോടെ ഇറാൻ്റെ സാമ്പത്തിക ജീവനാഡി വിച്ഛേദിക്കാമെന്ന് ട്രംപിനറിയാം. പക്ഷേ അത് പറഞ്ഞ പോലെ എളുപ്പമല്ല. അമേരിക്കൻ സൈനികരെ കുരുതി കൊടുക്കുന്ന ഏർപ്പാടാണ്. ഇറാൻ സൈന്യം നോക്കിയിരിക്കില്ല എന്നുറപ്പ്. ആകാശത്ത് നിന്ന് പതുങ്ങി വരുന്ന മിസൈലുകളെപ്പോലെയല്ല, ശത്രുക്കളെ നേരിട്ട് കിട്ടുമ്പോൾ തേനീച്ചക്കൂട്ടിലേക്ക് കല്ലെറിഞ്ഞ പോലെ ഇറാൻ സൈന്യം വർദ്ധിത വീര്യത്തോടെ അവരാക്രമിക്കും. ആ ആക്രമണവേളയിൽ ആകാശത്തു നിന്ന് ബോംബുകളും മിസൈലുകളും വർഷിച്ച് അവരെ കൂട്ടത്തോടെ കൊന്നൊടുക്കാമെന്ന് ട്രംപ് കണക്ക് കൂട്ടുന്നുണ്ടാവാം. പക്ഷേ പ്രായോഗിക തലത്തിൽ അത് പ്രാവർത്തികമായി കൊള്ളണം എന്നില്ല. ഇറാൻ്റെ കരസേന അത്രയും ശക്തമാണ്. അതിനെ തടുക്കാൻ അമേരിക്കൻ സൈന്യത്തിന് ആയിക്കൊള്ളണം എന്നില്ല. വിയറ്റ്നാം യുദ്ധത്തിൻ്റെ അപമാനവും അപവാദവും 50 വർഷങ്ങൾക്കിപ്പുറവും അമേരിക്കയ്ക്ക് കഴുകിക്കളയാനായിട്ടില്ല. ആ രക്തക്കറ ഇപ്പോഴും ആ ജനതയുടെ മേലുണ്ട്. അതാണ് ട്രംപ് ആവർത്തിക്കാനിരിക്കുന്നത്. അത് ഇറാനിലാണ്. അതും ഒരു ഏപ്രിൽ മാസത്തിലെന്നത് കാലത്തിൻ്റെ ഒരു കാൽപ്പനിക നീതിയാവാം.